പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഉത്രാടപ്പാച്ചിലിൽ മലയാളി. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ. നമ്മൾ ആദ്യം പോകുന്നത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിലേക്കാണ്. ഉത്രാടം നാൾ മുതലാണ് സാധാരണയായി ചൂരൽമലയിൽ ഓണാഘോഷ പരിപാടികൾ തുടങ്ങാറ്. ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ നവോദയ ക്ലബ്ബാണ്. കഴിഞ്ഞ തവണ വിവിധ കായിക മത്സരങ്ങൾക്കൊപ്പം ജില്ലാതല വടംവലി മത്സരമായിരുന്നു വേറിട്ട് നിന്നിരുന്നത്. ഇത്തവണ അഖില കേരള അടിസ്ഥാനത്തിൽ വടംവലി നടത്താനായിരുന്നു ക്ലബിന്റെ തീരുമാനം. ദുരന്തം വേട്ടയാടിയതോടെ ഈ നാട്ടിൽ ഇന്ന് ഓണാഘോഷത്തിന്റെ പകിട്ടില്ല. ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ചൂരൽമലയിലാണുള്ളത്. ഇവിടെയൊന്നും ഓണാഘോഷത്തിന്റെ ഒരു തരത്തിലുള്ള മിഴിവുമില്ല. കാരണം ഇവരുടെ പ്രിയപ്പെട്ട കുറേ മനുഷ്യർ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിലും അതിജീവനത്തിന്റെ ഒരു ഓണക്കാലമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കഴിഞ്ഞ തവണയൊക്കെ വളരെ വിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള അവിടെ ഒരു നവോദയ ക്ലബ്ബുണ്ട്. ആ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാറുള്ളത്. ചൂരൽമല ജംഗ്ഷനിൽ ഇവിടെയൊക്കെ വിവിധ കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ ഇതെല്ലാം തന്നെ സംഘടിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഒന്നുമില്ല, ശൂന്യമാണ് ഇവിടം, അല്ലേ മെമ്പർ? തീർച്ചയായും ഇവിടെ ശൂന്യമാണ്. എല്ലാ വർഷവും നമ്മൾ ഓണത്തോടനുബന്ധിച്ച് വലിയൊരു പരിപാടി നവോദയ ക്ലബ്ബ് ചെയ്യാറുണ്ട്. ടൗണുമായി ബന്ധപ്പെട്ട ചെയ്യാറ്. അതിന് ശേഷം പിന്നെ ഈ നമുക്ക് സ്കൂൾ ഗ്രൗണ്ടിലുള്ള വടംവലി കാര്യങ്ങൾ, ടൗണിലെ ഉറിയടി, അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് വലിയൊരു ആഘോഷമായി നടത്താറുള്ളത്. ഇന്നിപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആ ക്ലബിൻ്റെ ചില ഭാരവാഹികളിൽ നിന്നില്ല. ശ്രുതിയുടെ അച്ഛനില്ല, അതുപോലെ തന്നെ വിജയേട്ടനില്ല, പിന്നെ ബാലചന്ദ്രനില്ല. ഒന്നില്ലെങ്കിൽ ഒന്നിലെ പരസ്പരം എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ക്ലബ്ബ്, ഈ പരിസര പ്രദേശവും ഈ നാട്ടുകാരും. ക്ലബിന്റെ ഭാരവാഹി ജയശേട്ടൻ, ഒപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. അതെ, ഇന്ന് ഞങ്ങളുടെ ക്ലബിന്റെ ഏകദേശം 55ഓളം മെമ്പർമാർ നവോദയ ക്ലബിനുണ്ടായിരുന്നു. അവരുടെ എന്താ പറയുക, ഒരു ദിവസത്തെ വേതനം തന്നെ പറയാം, അത് ഞങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് മാസം എടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ ക്ലബ്ബ് മുന്നോട്ട് പ്രവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൽ പല ആളുകളും ഇല്ല. ഓണപരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയത് അഖില വയനാട് വടംവലി മത്സരമാണ് നടത്തിയത്. വയനാട്ടിലെ 16ഓളം ടീമാണ് ഇവിടെ ചൂരൽമല ഗ്രൗണ്ടിൽ വെച്ചിട്ട്, ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് മത്സരിച്ചത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം അഖില കേരള വടംവലിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അത് ഈ തിരുവോണ നാളിലാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തത്. ചൂരൽമല നമ്മളെ വെള്ളാർമല ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന പതിവുള്ളൊരു പ്രദേശം കൂടിയാണ്. ഇവിടെ പലരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. പൂക്കളമൊക്കെ ഇടുന്നുണ്ട്. പൂക്കളം ഫസ്റ്റ് അതിലാണ് ഞങ്ങൾ തുടങ്ങുക. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ കൈകൊട്ടിക്കളിയൊക്കെ ഇവർ സ്പോൺസർ ചെയ്യാറുണ്ട്, അതെല്ലാം നടത്താറുണ്ട്. വളരെ ഒരു സങ്കടകരമായ ഓർമ്മയിലൂടെ തന്നെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഓണാഘോഷത്തിൽ ഒരു പകിട്ടുമില്ലാത്ത ഇടമായി ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതിൽ നിന്ന് അതിജീവനത്തിന്റെ പാതയിലേക്ക് ഇവർക്ക് എത്താൻ കഴിയട്ടെ, വേഗത്തിൽ ഈ നാട് അതിജീവിക്കട്ടെ എന്ന് മാത്രമാണ് ആശിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.